ഹലോ ഗായ്സ്, എന്നൊരു ഗെറ്റ് ടുഗെദർ വിത്ത് മീയായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇന്നൊരു ഗെറ്റ് ടുഗെദർ വിത്ത് മീ എടുക്കാൻ വിചാരിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലമാണ് ശിവൻ്റെ അമ്പലം. ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കോംപ്ലക്ഷൻ ക്രീമല്ല, എന്താണ് മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മോയ്സ്ചറൈസർ ഞാൻ വെറുതെ പറയേണ്ടതാണേലും മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഇത് അമ്മയ്ക്ക് വേണമെന്നുകൊണ്ട് വെച്ചാൽ അപ്പം മോള് തൊട്ടാലും കുഴപ്പമൊന്നുമില്ല, മോള് തൊട്ടാലൊന്നും. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. നമുക്കുണ്ട് കേട്ടോ, ഇത് ആൽമണ്ടിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ആൽമണ്ട്. അതിലിടയ്ക്ക് ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ടാണ് ഞാൻ പോകുന്ന അമ്പലത്തേക്ക്. ഇതിൻ്റെ മേമ തന്നതാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് മോയ്സ്ചറൈസർ ഒറ്റ കൈ കൊണ്ട് ഇട്ടു കേട്ടോ. രണ്ട് കൈ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യില്ല, എന്താണെന്ന് അറിയില്ല. അതായത് വലത്തെ കൈയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ കോംപ്ലക്ഷൻ ക്രീം എന്ന് പറഞ്ഞു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഞാൻ അടുത്തതാണ് ഞാൻ കോംപ്ലക്ഷൻ ക്രീം ഇടാൻ പോകുന്നത്. ഇത് അമ്മ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുന്നുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രൊഡക്റ്റാണ് ഈ കോംപ്ലക്ഷൻ ക്രീം. ഇത് നല്ല കുരുക്കളൊക്കെ മാറാൻ സഹായിക്കും, കറുപ്പൊക്കെ മാറാൻ, മുഖം സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ. നല്ല മണം കേട്ടോ. ഇത് എന്തായാലും മേടിക്കണം കേട്ടോ. മേടിക്കാൻ വേണമെങ്കിൽ എൻ്റെ അമ്മയെ വിളിച്ചാലും മതി, കമൻറ്റ് ഇട്ടാലും മതി കേട്ടോ. കോംപ്ലക്ഷൻ ക്രീമിൻ്റെ ഇത് നല്ല പ്രൊഡക്റ്റാണ്. കുരുക്കളൊക്കെ മാറാനൊക്കെ എനിക്ക് കുരുക്കളുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അപ്പം അതൊക്കെ മാറിയിട്ടോ. മുഖം സോഫ്റ്റൊക്കെ ആക്കി ചെയ്ത് തരുന്നുണ്ട് കേട്ടോ, നല്ലതാണ്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് പൗഡറാണ് കേട്ടോ. പൗഡർ അത് ഞാൻ സ്റ്റാമ്പ് പോലെ ചിലപ്പോൾ യൂസ് ചെയ്യും. മുഖത്തിങ്ങനെ അതേ ഷേപ്പിൽ കിട്ടണം, അതിനാണ് ഞങ്ങൾ ഒട്ടിക്കണം മുഖത്ത്. പൗഡർ ഇടാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ക്രീമും മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആകെ വേർത്തൊലിക്കുകയാണ് അത്. അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇടുന്നത്. പൗഡർ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് ഇടാൻ പോകുന്നത് കാജലാട്ടോ. കാജൽ തന്നെയല്ലേ? കാജലാട്ടോ ഇടാൻ പോകുന്നത്. കാജൽ തിരഞ്ഞ് പിടിക്കാൻ കിട്ടുന്നില്ല, അപ്പം തിരഞ്ഞ് പിടിച്ചു. ഹിമാലയയുടെ കാജലാട്ടോ യൂസ് ചെയ്യണേ ഞാൻ. അപ്പോൾ ആ കാജലും ഇട്ട് കുഴപ്പമില്ല. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മാത്രമേ ഞാൻ കാജലിട്ടില്ല, അല്ലാത്തപ്പോൾ ഞാൻ ഒന്നും കാജലിട്ടില്ല. അത് പൗഡർ ഇടും, ലിപ്സ്റ്റിക് ഇടും, കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോണൊക്കെ വീണുണ്ട്, അത് കുഴപ്പമില്ല. അടുത്ത് ഞാൻ ഇടാൻ പോകുന്ന ലിബാമാട്ടോ. ഇത് ഷുഗർ പോപ്പിൻ്റെ ലിബാമാട്ടോ, നല്ല ലിബാമാണ്. അതിൻ്റെ മേലെ എന്തോ ആയതുകൊണ്ട് അത് തുടച്ച് കളയുന്നത്. ലിബാമാട്ടോ യൂസ് ചെയ്യാൻ, ഷുഗർ പോപ്പിൻ്റെ നല്ല ലിബാമാണ്. പക്ഷേ എനിക്ക് നീളം മതി തോന്നുന്നുണ്ട്, എടുത്ത് പകുതി ഷുഗർ പോപ്പിൻ്റെ എന്നുള്ളത് നീളം മതി ഉണ്ട് കേട്ടോ. അത് എന്താണെന്നറിയില്ല. അത് ഞാൻ അപ്പം തന്നെ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട അവിടെ ഇവിടെയൊക്കെ വേർത്ത് തുടങ്ങി, ഇതൊക്കെ പിടിച്ചൊക്കെ കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ലിപ് ലൈനർ കേട്ടോ യൂസ് ചെയ്യണത്. ഈ ലിപ് ലൈനർ സുഡിയോടെ കേട്ടോ. ഈ ലിപ് ലൈനർ അമ്മയും ഞാനും കൂടി മേടിച്ചതാണ്, പക്ഷെ അമ്മ യൂസ് ചെയ്യില്ല കേട്ടോ. അമ്മയ്ക്കിത് ഇഷ്ടമായില്ല, അത് മേടിച്ചതിൻ്റെ യൂസ് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാനപ്പോൾ യൂസ് ചെയ്യും. അത്യാവശ്യം നല്ല ലിബാമാണ്, അല്ല ലിപ് ലൈനറാണ്. പക്ഷേ അത് വേറെ ഇടുമ്പോൾ ഒരു ഭംഗിയില്ല കേട്ടോ. അതിൻ്റെ കൂടെ വേറെ ലിപ്സ്റ്റിക് കൂടി ആഡ് ചെയ്താലേ ഒരു ഭംഗി കിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കൂടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്, മാറ്റിൻ്റെ സുഡിയോടെ തന്നെയാണ്, മാറ്റ് ലിപ്സ്റ്റിക് എന്നാണ് ഇതിൻ്റെ പേര്. അതാണ് ഇട്ടിരുന്നത്. അതെന്താണ് കാരമൽ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാട്ടോ ഞാൻ ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്, ആ ഷെയ്ഡ് കേട്ടോ. അത് മാത്രം ഇടുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പം ഞാൻ അടുത്ത് ഇടാൻ പോകുന്ന ഓർണമെൻറ്റ്സ് ഞാൻ മാല ഇടാൻ കുറേ നേരം പിടിച്ചത്, അതുകൊണ്ട് ഞാൻ മാല ഇട്ടതിന് ശേഷം വീഡിയോ കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂറൊക്കെ പിടിക്കും. എൻ്റെ കയ്യിലെ കോംപ്ലക്ഷൻ ക്രീമിൻ്റെ ആ ക്രീമൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മോട് ഇട്ടാൻ പറഞ്ഞു. അപ്പോൾ അതിട്ടു. ഇനി അടുത്തത് എന്തിടണമെന്നൊക്കെ ആലോചിക്കണത്, വളം ഇടാമെന്നൊക്കെ ആലോചിച്ച് വളം ഇട്ടു. ഒരു കളറാണ്, ഈ കളറാണ് എൻ്റെ വളയുടെ കളർ കേട്ടോ. ഇതിടാന്ന് വിചാരിച്ചു. 12 എണ്ണാട്ട് വരുന്നത്. അപ്പോൾ ഒരു കയ്യിലാകണമായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു മോതിരം കൂടി ഇടണം കേട്ടോ. മോതിരവും മുടികെട്ടില്ല അതന്നെ ഉള്ളൂ. ഞാൻ അടുത്ത് മോതിരം ഇടണം കേട്ടോ. ആ മാലയ്ക്ക് ചേരുന്ന മോതിരമാണ് ഞാൻ ഇടണത്. അപ്പം അതിന് മാച്ചാവുന്ന ഒരു മോതിരമാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ കണ്ട ഒരു ബ്ലാക്ക് കളറ് അതിന് മാച്ചായിട്ടുള്ള ഞാൻ ഇടുന്നത്.
എന്നുള്ളത് തന്നെയാണ്. അത് അമ്മയുടെ ആണെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അതെൻ്റെ അല്ല, അമ്മയുടെയാണ്. ഇപ്പം അമ്മയ്ക്ക് വേറെ മോതിരമുണ്ട്, അതുകൊണ്ട് ഞാൻ അതെടുത്തു. അതിന് മാച്ചായിട്ട് തോന്നിയ അതുകൊണ്ട് ഞാൻ എടുത്തു. അതന്നെ. ഇനി അതിൻ്റെ കൂടെ ഇടാൻ പോകുന്ന ക്രാബുകൾ നോക്കുക കേട്ടോ. പക്ഷെ കിട്ടണില്ല, ഒരു ക്രാബ് കാണുന്നില്ല. അപ്പോൾ അത് തിരഞ്ഞെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മോതിരം കാണിച്ചു തരാം. അതിൻ്റെ വലിയ സൈസ്, ഞാൻ പൊട്ടിരിക്കുന്ന വലിയ സൈസ് മോതിരമാണത്. എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് ചെറുതാണ് ഇഷ്ടം. എനിക്ക് ചെറിയ ചെറിയ അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഞാൻ അത് കണ്ടുപിടിച്ചു. ആ ലവ് ഷേപ്പിലുള്ള കേട്ടോ ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ അത് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. ബാക്കി 3 രസമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇടാം. അതുകൊണ്ട് ഞാൻ അതിട്ടു. എനിക്ക് ഷേപ്പ് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ അതിട്ടു. അപ്പോൾ ഗൈസ്, അതാണ് മുടി കെട്ടൽ കഴിഞ്ഞു. ഈ ഇങ്ങനത്തെ മുടി കെട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ എന്താണ് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് പൊതുവെ എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഇടുക. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഇടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല അത് ഇടണത്. മുടി അയച്ചിട്ടൊന്നും ഇഷ്ടമില്ല, ഒന്നും ഇഷ്ടമില്ല എനിക്ക്. സൂം ചെയ്യുമ്പോൾ സൂം ആണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ അടുത്തേക്ക് പിടിച്ചു. ഇതാണ് ഞാൻ ഇട്ട ക്രാബ്. അത് കാണുന്നില്ല നിങ്ങൾക്ക്, എനിക്കറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.